എടോ ഈ ഒരു കേക്കിൽ മൈദ ഇല്ല, ഷുഗർ ഇല്ല, ഓവനൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. എന്നാൽ വിശ്വസിക്കണം, കാരണം ഇതിൽ ഞാൻ അതൊന്നും യൂസ് ആക്കിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്കില്ലേ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ 2 മില്യൺ പ്ലസ് വ്യൂസ് ആട്ടോ കയറിയത്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന, ഒരു ടെൻഷനും ഇല്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പി ഉള്ള വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 2 കോഴിമുട്ട ഞാൻ പൊട്ടിച്ചിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പിൽ കുറവ് ശർക്കരയാണ് യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ഉപയോഗിക്കാം കേട്ടോ. 1/2 കപ്പിൽ കുറവ് ഉപയോഗിക്കാനുള്ള കാരണം നമ്മളിവിടെ യൂസ് ആക്കുന്ന പഴത്തിന് മധുരമുള്ളതിനെ കൊണ്ട് കേക്കിനും അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനി അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് പതപ്പിച്ച് അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇവിടെ മൈദക്ക് പകരം ഞാൻ ഗോതമ്പ് പൊടിയാട്ടോ യൂസ് ആക്കുന്നത്. 1/2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് തരി പോലെ കിട്ടും, അതും കളഞ്ഞാളി കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 2 നല്ല പഴുത്ത റോബസ്റ്റ പഴം ഇട്ടെടുക്കുക. എന്നിട്ട് അത് നല്ലോണം തന്നെ മാഷ് ചെയ്തെടുക്കുക. നല്ല പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് തന്നെ മാഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച മുട്ടൻ്റെയും ജാഗ്രീൻ്റെ ഒക്കെ നമ്മൾ ശർക്കരൻ്റെ ഒക്കെ ഒരു മിക്സില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടിൻ്റെ ആ ഒരു മിക്സില്ലേ, അത് കുറച്ച് ചേർത്ത് എടുത്തിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കേക്ക് സോഫ്റ്റും ഉണ്ടാവില്ല, പൊന്തി വരികയും ചെയ്യില്ല. ഇങ്ങനെ മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് നല്ലോണം തന്നെ സോഫ്റ്റായിട്ട് പൊന്തി വരും കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്തെടുക്കാൻ പോകുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തെടുക്കാൻ പോകുന്നത് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ചെറിയ പീസസ് ആണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഞാനൊരു 1/2 കപ്പിൽ കുറവാണ് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിതൊരു സോസ് പാനിലാണ് ബേക്ക് ചെയ്തത്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഏത് പാത്രത്തിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ ഒരു കുക്കറിൽ വരെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചെടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചെടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം തന്നെ ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഡാർക്ക് ചോക്ലേറ്റ് ഞാനൊന്ന് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാനിത് അടച്ചു വെക്കാൻ പോവാണ്. ഈ പാത്രത്തിൻ്റെ മൂടിക്ക് ഈ കണ്ട മുകളിലൊരു ഹോളുണ്ട്, അത് എന്തെങ്കിലും വെച്ചൊരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പിലേക്ക് ഒരു തട്ട് വെച്ചിട്ട് അതിൽ വേണം നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 1/2 മണിക്കൂർ ബേക്ക് ചെയ്തെടുത്താൽ ഇതേപോലെ നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു സ്റ്റിക്കോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും കേക്ക് ബേക്ക് ആയിക്കോ ഉള്ളത്. ഇപ്പോൾ എനിക്ക് അടി പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ കേക്ക് ചെയ്തെടുക്കാൻ പറ്റി കേട്ടോ. ഇനി ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു കേക്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മളെ ബനാനൻ്റെ ഫ്ലേവറും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഇങ്ങനെ റിച്ച് ആയിട്ട് തന്നെ ഈ കേക്കിൽ ഇരിക്കും കേട്ടോ. ഇതിലേക്ക് ഗോതമ്പ് പൊടി യൂസ് ആക്കിയതിനൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ശർക്കര യൂസ് ആക്കിയതിനൊക്കെ കൊണ്ട് തന്നെ വേറൊരു നമുക്കിഷ്ടമില്ലാത്തൊരു ചുഴയോ ഒന്നും തന്നെ ഇതിനില്ല കേട്ടോ. കറക്റ്റ് നമ്മൾ സാധാരണ ഒരു കേക്ക് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള കേക്ക് നിങ്ങളും ചെയ്തെടുക്കല്ലേ? എന്നാൽ പിന്നെ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.